ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തേങ്ങയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണക്കപ്പയർ തോരൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയൊക്കെ കൂടിയേക്കും, നല്ല തേങ്ങയ്ക്കാണെങ്കിലും വെളിച്ചെണ്ണയ്ക്കാണെങ്കിലും നല്ല വിലയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയില്ലാതെ അധികം വെളിച്ചെണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കറി നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതും വെറും 5 മിനിറ്റിൽ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട പയർ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം ഒരു കുക്കറിൽ നമുക്ക് വിസിലടിച്ചെടുക്കണം കേട്ടോ. ഒരു 4-5 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം വെളുത്തുള്ളിയും സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണ്ടതുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് ഒന്ന് വഴറ്റി വരും. ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിലേക്ക് ഒന്ന് ഏകദേശം വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടിയുടെയൊക്കെ മണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പയർ മൊത്തം ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ. എന്നിട്ട് നന്നായിട്ട് വെന്തിരിക്കുന്ന പയറാണ്, ആ മസാലയൊക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ്, ആ പയറിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് കുഴച്ച് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ മാറിയപ്പോൾ ഞാനിവിടെ ഇളക്കി നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ നല്ലൊരു കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ എക്സ്ട്രാ എണ്ണയോ ഓയിലോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.